ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു സ്ലൈസ് ഓഫ് ലൈഫ്. ഇന്ന് ഞാനൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റ്സ് ഞാൻ മീഷോയിൽ വാങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ സൈസ്, പ്രൈസ് ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഒപ്പം നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് വാങ്ങണമെന്നുണ്ടെങ്കിൽ അതിന് ആവശ്യമായിട്ടുള്ള ഡയറക്റ്റ് ലിങ്ക് ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പ്രോഡക്റ്റ്സ് ഓരോന്നായിട്ട് അൺബോക്സ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് തന്നെ ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ഫ്രിഡ്ജ് ഓർഗനൈസറാണ്. അത്യാവശ്യം നല്ല സൈസിലുള്ള ഒരു ഫ്രിഡ്ജ് ഓർഗനൈസറാണ് കേട്ടോ ഇത്. 1500 ml ആണ് ഇതിൻ്റെ സൈസ് വരുന്നത്. നമുക്ക് വെജിറ്റബിൾസൊക്കെ, അതായത് ഇപ്പോൾ മല്ലിയില, കറിവേപ്പിൻ്റെ ഇല, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ, പച്ചമുളക്, ഇതൊക്കെ ഫ്രിഡ്ജിൽ നമുക്ക് നല്ല നീറ്റായിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ഓർഗനൈസറാണിത്. പണ്ട് ഇതിലിങ്ങനെ ഒരു നെറ്റും വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ കഴുകിയിട്ട് എല്ലാം വെജിറ്റബിൾസൊക്കെ കഴുകിയിട്ട് നമ്മൾ ഇതിൽ ഇട്ടിട്ട് വെക്കുകയെന്നുണ്ടെങ്കിൽ എക്സസ് ആയിട്ടുള്ള വാട്ടറൊക്കെ ഇതിൻ്റെ താഴെ, ഒരു നെറ്റ് കണ്ടില്ല, അതിൻ്റെ താഴെയായിട്ട് ഇങ്ങനെ സ്റ്റോർ ചെയ്യുകയും ചെയ്യും. ഈ ടൈപ്പ് സ്റ്റോറേജ് ബോക്സുകളൊക്കെ ഞാൻ ഷോപ്പുകളിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കാട്ടിലൊക്കെ കുറഞ്ഞ റേറ്റിൽ ആണ് കേട്ടോ എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഇത് 6 പീസാണ് കേട്ടോ വരുന്നത്. എയർ ടൈറ്റ് ആയിട്ടുള്ള ലിഡോട് കൂടിയിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ ഈ ഒരു സൈസുള്ള ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ 232 രൂപക്കാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡയറക്റ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഈ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ പ്രോഡക്ട്സിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അടുത്തതായിട്ട് ഞാൻ കാണിക്കാൻ പോണത് കുറച്ച് വുഡൻ സ്പൂൺസാണ് കേട്ടോ. മസാല സ്പൂൺസാണ്. നമുക്ക് മസാല ബോട്ടിലുകളുണ്ടല്ലോ, അതായത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇങ്ങനത്തെ പൊടികളൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള ബോട്ടിലുകളിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സ്പൂണാണിത്. ഇതാണെങ്കിൽ അത്യാവശ്യം സൈസ് ഉണ്ട്, അതായത് ഒരു 15 സെൻറ്റിമീറ്റർ നീളത്തിലാണ് കേട്ടോ ഇത് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് സ്പൂണ് വാങ്ങുമ്പോൾ ബോട്ടിലിൻ്റെ സൈസ് നോക്കിയിട്ട് അതിനനുസരിച്ച് വാങ്ങാം. അപ്പോൾ ഇത് നല്ലൊരു ഫിനിഷിങ്ങിലാണ് കേട്ടോ. ഇത് കാണാനും നല്ല ഭംഗിയുണ്ട്. പിന്നെ മാത്രമല്ല, നമ്മൾ ഈ മസാലപ്പൊടികൾ ഇട്ട് വെക്കുന്ന ബോട്ടിലുകളിൽ നമ്മൾ ഇങ്ങനെ വുഡൻ്റെ സ്പൂണുകൾ യൂസ് ചെയ്യാനാണ് ഏറ്റവും നല്ലത്. നമ്മൾ സ്റ്റീലോ അല്ലെങ്കിൽ ഫൈബറൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒക്കെ അവിടെയൊക്കെ കെമിക്കൽ റിയാക്ഷൻസ് നടക്കും, അതിൻ്റെയൊക്കെ കളറ് ചേഞ്ച് ആയിട്ടും ഒക്കെ കാണില്ലേ. അപ്പോൾ ഇങ്ങനത്തെ വുഡൻ സ്പൂണുകളാണ് ഇതിലൊക്കെ യൂസ് ചെയ്യാൻ ഏറ്റവും സേഫ് ആയിട്ടുള്ളത്. ഇത് 12 പീസാണ് കേട്ടോ ഒരു പാക്കറ്റിൽ വരുന്നത്. ഇതിന് 117 രൂപക്കാണ് കേട്ടോ ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഇനി അടുത്തതായിട്ടൊരു ബാത്റൂം ആക്സസറിയാണ് കേട്ടോ കാണിക്കാൻ പോണത്. നമുക്ക് ബാത്റൂമിൻ്റെ വാളിൽ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷാമ്പു ബോട്ടിലുകൾ, ഇങ്ങനെ കുറേ ബോട്ടിലുകളൊക്കെ ഉണ്ടാവുമല്ലോ ബാത്റൂമിൽ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു സ്റ്റാൻഡാണ് ഇത്. നമ്മൾ വാളിൽ ഇങ്ങനെ ഒട്ടിച്ച് വെക്കുന്ന ടൈപ്പാണ് കേട്ടോ. കണ്ട, ഇങ്ങനെ 2 അഡ്ഹസീവായിട്ടുള്ള 2 സ്റ്റിക്കറുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇത് ആ സ്റ്റിക്കർ മാറ്റിയിട്ട് നമുക്കത് വാളിൽ ഒട്ടിച്ചതിന് ശേഷം കണ്ട, ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഒരു കൊളുത്ത് വരുന്നുണ്ട്. അത് ഇതിലേക്ക് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നല്ല ബലത്തിൽ നിൽക്കുന്നുണ്ട്. പിന്നെ ഞാനിപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ചൂസ് ചെയ്യാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഫ്രെയിം ഉണ്ടല്ലോ, ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 സൈഡിലും നമുക്ക് ഹോളിട്ടിട്ട് വാളിലേക്ക് നമുക്ക് ഡ്രിൽ ചെയ്ത് വെക്കാനും പറ്റും. എനിക്ക് സ്റ്റിക്ക് ചെയ്ത് വെക്കുന്നതിനേക്കാളും ഒന്നും കൂടി നല്ലത് ഡ്രിൽ ചെയ്ത് വെക്കുന്നതാണെന്ന് തോന്നി അങ്ങനെ സെർച്ച് ചെയ്തിട്ടാണ് കേട്ടോ ഈ ഒരു പ്രോഡക്റ്റ് കിട്ടിയത്. പിന്നെ ഇതിൽ നമ്മളിങ്ങനെ വാളിൽ ഫിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ക്ലീൻ ചെയ്യാനൊക്കെ ഇത് നല്ല ഈസിയാണ്. നമുക്ക് ഈ ഒരു ട്രേ മാത്രം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ എടുക്കാനും പറ്റും. അത്യാവശ്യം നല്ല ബലമുണ്ട് കേട്ടോ, നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് ആയിട്ട് തോന്നി. അപ്പോൾ നമുക്ക് വാളിലൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് വെയിറ്റുള്ള സംഗതികളൊക്കെ ഇതിൽ വെക്കാൻ പറ്റും. സോപ്പൊന്നുമല്ല, അതല്ലാതെ കുറച്ച് വലിയ ബോട്ടിലുകളൊക്കെ, എന്താ പറയുക, ഹാൻഡ് വാഷോ, പിന്നെ എന്താ പറയുക, ഷാമ്പു ബോട്ടിലുകൾ, ഇങ്ങനത്തെ ഒക്കെ നമുക്ക് ഇതിൽ വെക്കാൻ വേണ്ടി പറ്റും. 147 രൂപക്കാണ് കേട്ടോ ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിയിട്ടുള്ളത്. ഇതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഇനി ഇതാ നമുക്ക് കിച്ചണിൽ എല്ലാവർക്കും ഏറ്റവും അത്യാവശ്യമുള്ളൊരു സംഭവമാണല്ലേ ഇങ്ങനെ ഒരു സിസർ. നമുക്ക് ഫിഷ് ക്ലീൻ ആക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും, പിന്നെ എന്താ പറയുക, ഞാൻ പ്രത്യേകിച്ച് എനിക്ക് കിച്ചണിൽ നമ്മളെന്തെങ്കിലുമൊക്കെ കട്ട് ചെയ്യുമ്പോഴൊക്കെ വെജിറ്റബിൾസ് ആണെങ്കിലും ഒക്കെ ഇങ്ങനെ ഒരു സിസർ ഉണ്ടാകുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ കത്തിയും കൊണ്ട് കട്ട് ചെയ്യുക, കുറച്ച് വലിയ സാധനങ്ങളല്ലാതെ ചെറിയ സാധനങ്ങളൊക്കെ ഇങ്ങനെ കത്രിക വെച്ചിട്ട് കട്ട് ചെയ്താണ് എനിക്കിഷ്ടം. അപ്പോൾ നല്ല മൂർച്ചയുള്ള ടൈപ്പ് കത്രിക ആയാലും നല്ല ക്വാളിറ്റിയുള്ള കത്രിക ആയാലും നമുക്ക് എല്ലാ യൂസിനും പറ്റുള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് അതിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയിട്ടുള്ളതാണ്. ഇത് നല്ല സൂപ്പറാണ് കേട്ടോ. എനിക്കിത് യൂസ് ചെയ്ത് നോക്കുമ്പോൾ നല്ല ഇഷ്ടമായി. ഇതിന് 101 രൂപക്കാണ് കേട്ടോ ഞാനിത് വാങ്ങിയത്.
ഇനി അടുത്തതായിട്ട് കാണിക്കാൻ പോണത് ഗ്ലൗസാണ്. നമ്മൾ ഓവനിലൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഗ്ലൗസാണിത്. പക്ഷേ ഞാൻ കിച്ചണിൽ പൊതുവേ നമ്മൾ സ്റ്റൗമ്മലാണെന്നുണ്ടെങ്കിലും ഇങ്ങനത്തെ ഗ്ലൗസാണ് കേട്ടോ യൂസ് ചെയ്യൽ. ഇതിനെനിക്ക് പുറത്ത് നല്ല റേറ്റ് ആയിട്ടാണ് കേട്ടോ തോന്നിയത്. പ്രത്യേകിച്ച് ഇങ്ങനെ 2 പീസൊക്കെ ഒരുമിച്ച് കിട്ടണമെങ്കിൽ നല്ല റേറ്റ് ആയിട്ട് തന്നെ തോന്നി. പിന്നെ പക്ഷേ ഓൺലൈനിൽ നോക്കുമ്പോൾ ഓൺലൈനിൽ നല്ല റേറ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ സെർച്ച് ചെയ്തിട്ടാണ് ഈ ഒരു ഐറ്റം കിട്ടിയത്. ഇത് നല്ല എന്താ പറയുക, നല്ല കട്ടിയൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ചൂടൊന്നും കൈമൊക്കെ വരില്ല. നമുക്കിത് കിച്ചണിൽ സ്റ്റൗമ്മൽ തന്നെ ഈ എന്താ പറയുക മണ്ണിൻ്റെ പാത്രങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് നല്ല ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും. ഒരു തുണിയൊക്കെ വെച്ച് എടുക്കുന്നതിനേക്കാളും നല്ല ഈസിയാണ് കേട്ടോ ഇങ്ങനെ ഇത് ഉപയോഗിക്കുമ്പോൾ. അധികം ആൾക്കാർ ഇത് ഓവനിൽ മാത്രം യൂസ് ചെയ്യാനായിട്ടാണ് എടുത്ത് വെക്കൽ. പക്ഷേ ഞാനിത് നോർമലായിട്ട് കിച്ചണിൽ യൂസ് ചെയ്യുന്നൊരു സംഭവമാണ് കേട്ടോ. ഇതിന് റേറ്റ് വരുന്നത് 130 രൂപയാണ്. രണ്ടും കൂടി ഒരു സെറ്റായിട്ടാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഒരു പാക്കറ്റിൽ 2 എണ്ണമാണ് വന്നിട്ടുള്ളത്. രണ്ടിനും കൂടി 130 രൂപയാണ് ആയിട്ടുള്ളത്. ഇനി വീണ്ടും വുഡൻ സ്പൂൺസാണ് കാണിക്കാൻ പോണത്. ഇത് കുഞ്ഞ് സ്പൂൺസാണ് കേട്ടോ. നമുക്ക് കടുക്, ഉലുവ, ജീരകം ഇങ്ങനത്തെ ഐറ്റംസുകളൊക്കെ ചെറിയ ബോട്ടിലാക്കി വെക്കൂലേ, ആ ബോട്ടിലിൽ വെക്കാൻ പറ്റിയിട്ടുള്ള, ആ ബോട്ടിലിട്ട് വെക്കാൻ പറ്റിയ ചെറിയ ടൈപ്പ് സ്പൂൺസാണ് കേട്ടോ ഇത്. അങ്ങനത്തെ പല മോഡലുകളും ഉണ്ട്. എനിക്ക് ആ കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടമായത് ഇതാണ് കേട്ടോ. ഞാൻ കുറേ സെർച്ച് ചെയ്തു, പല പ്രൈസിലും ഇത് കാണുന്നുണ്ടായിരുന്നു. ഇതിപ്പോൾ 10 പീസ് ഒരുമിച്ചാണ് വന്നിട്ടുള്ളത്. 191 രൂപയ്ക്ക് ഏറ്റവും ചീപ്പായിട്ട് കിട്ടിയിട്ടുള്ളത് ഇതായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനൊന്ന് വാങ്ങിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. മറ്റ് കുറേ ഇതിൽ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലൊക്കെ ഏറ്റവും കുറവ് പ്രൈസിലാണ് എനിക്ക് ഇത് കണ്ടപ്പോൾ തോന്നിയത്. അപ്പോൾ അങ്ങനെ വാങ്ങി നോക്കുമ്പോൾ നല്ല സംഭവം, നല്ല ഫിനിഷിങ്ങിലാണ് കേട്ടോ. നല്ല സ്മൂത്തായിട്ടാണ് അതിൻ്റെ എഡ്ജസൊക്കെ വന്നിട്ടുള്ളത്. നല്ല എന്താ പറയുക, നല്ല നീറ്റായിട്ട് അത് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ചെറിയ ചെറിയ പീസുകളാണ്, നമ്മളൊരു വിരലിൻ്റെ അത്ര നീളേ വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത് കൊള്ളുന്ന ടൈപ്പ് ബോട്ടിലുകളും ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഇത് 191 രൂപയ്ക്ക് 10 പീസാണ് കേട്ടോ. ഇനി അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് ഒരു എഗ് സ്റ്റോറേജ് ബോക്സാണ്. ഇത് നമുക്ക് മുട്ട കിച്ചണിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്, കിച്ചണിൽ കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിലോ പാൻട്രിയിലോ എവിടെ വേണമെങ്കിലും നമുക്കിത് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഞാനും മെയിനായിട്ട് ഇത് ഫ്രിഡ്ജിൽ വെക്കാനാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. ഫ്രിഡ്ജിൻ്റെ ഡോർമലായിരിക്കും അധികം എഗ്ഗിൻ്റെ ട്രേ വരലല്ലേ. പക്ഷേ മുട്ട നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ നല്ല തണുപ്പ് കിട്ടുന്നിടത്ത് വേണം സൂക്ഷിച്ച് വെക്കാനെന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ട്രേ ആവുമ്പോൾ ഇത് ഫ്രിഡ്ജിലൊരു സൈഡിൽ ഒതുങ്ങിയിരുന്നോളല്ലോ എന്ന് വിചാരിച്ച് വാങ്ങിയതാണ് കേട്ടോ. പിന്നെ ഇതിലിങ്ങനെ ഇത് സംഭവം എനിക്കിഷ്ടാവും ചെയ്തു. കാരണം ഇതിങ്ങനെ മുട്ടകളിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് താഴ്ന്ന് ഇങ്ങനെ ഓരോന്ന് എടുക്കുന്നതിനനുസരിച്ച് ബാക്കി ഇങ്ങനെ നീങ്ങി വരും എന്നാണ് ഞാൻ ഓരോ വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ എനിക്കിഷ്ടമായിട്ട് വാങ്ങിയതാണ്. അപ്പോൾ എന്താ പറയുക, ഇതിൻ്റെ പ്രൈസ് വരുന്നത് 158 രൂപയാണ് കേട്ടോ. ഇതും അത്യാവശ്യം നല്ല റിവ്യൂ കണ്ടിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ വാങ്ങിയത്. ഇതിൽ 24 മുട്ട കൊള്ളുന്നൊക്കെയാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ റിവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു 18 എണ്ണമൊക്കെയാണ് വെക്കാൻ പറ്റുള്ളൂ എന്ന്. ഇനി അടുത്തതായിട്ട് ഞാൻ കാണിക്കാൻ പോണത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ. ഇതുവരെ വാങ്ങിച്ചതെല്ലാം എനിക്ക് ഇഷ്ടമായിട്ട് വാങ്ങി തന്നെയാണ്, ഓരോന്ന് നമ്മൾ ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചു തന്നെയാണ്. പക്ഷെ എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ പല സ്ഥലങ്ങളിലും ഇങ്ങനെ നോക്കി നടന്നിരുന്ന ഒരു പ്രോഡക്റ്റാണ്. ഇതൊരു ഗ്ലാസ് വേസാണ്. നമുക്ക് ഫ്ലവർ ഇട്ട് വെക്കാനോ അല്ലെങ്കിൽ പ്ലാന്റ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കാനും ഒക്കെ പറ്റിയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ഷോ പീസാണ് ഇത്. 2 എണ്ണമാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചിട്ട്. 2 എണ്ണം ഒരുമിച്ചായിരുന്നു. നല്ലൊരു പ്രൈസിൽ, വളരെ നല്ലൊരു പ്രൈസിലാണ് എനിക്കിത് കിട്ടിയത്. ഇത് 8 ഇഞ്ച് ഹൈറ്റിൽ വരുന്നൊരു പ്രോഡക്റ്റാണ്. അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് കണ്ടാൽ തന്നെ. നമുക്ക് ഇതേപോലെ ഇങ്ങനെ ഫ്ലവറായിട്ട് ഇട്ട് വെക്കാം. പിന്നെ അതല്ലാന്നുണ്ടെങ്കിൽ ഫ്രഷ് ഫ്ലവർ അറേഞ്ച് ചെയ്യാനൊക്കെ പറ്റും. പിന്നെ ഇനിയിപ്പോൾ ഇതൊന്നും അല്ലെങ്കിൽ നമുക്ക് ഈ മണി പ്ലാന്റ് ഇങ്ങനെയുള്ള ലിവിങ് പ്ലാന്റ്സ് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെ വേണമെങ്കിലും ഇട്ട് വെക്കാം. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ബോട്ടിലുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതൊക്കെ ഞാൻ ഹോം സെൻറ്ററിലൊക്കെ കണ്ടിട്ടായിരുന്നു ഇങ്ങനത്തെ ടൈപ്പ് വലിയ ബോട്ടിലുകളൊക്കെ. ഈ ഒരു സൈസുള്ള ബോട്ടിലൊക്കെ കിട്ടുമ്പോൾ നല്ല റേറ്റാണ് കേട്ടോ ഞാൻ ഹോം സെൻറ്ററിലൊക്കെ നോക്കുമ്പോൾ. അപ്പോൾ ഇതിനിൽ എനിക്ക് 274 രൂപക്കാണ് കേട്ടോ. ഇത് 2 പീസ് ഒരുമിച്ചാണ് കേട്ടോ 274 രൂപക്കാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡയറക്റ്റ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് വീണ്ടും കിച്ചൺ കണ്ടെയ്നറാണ്. അപ്പോൾ ഇതിപ്പോൾ ഫൈബറിൻ്റെ ആണ് കേട്ടോ. നമുക്ക്
ചില ഐറ്റംസുകളൊക്കെ ഇട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ മസാല ഐറ്റംസുകളൊക്കെ ഇട്ടുകയാണെങ്കിൽ ഗ്ലാസിൻ്റെ കണ്ടെയ്നേഴ്സാണ് നല്ലത്. എന്നാൽ പയറ് പരിപ്പ് ഇങ്ങനത്തെ ഐറ്റംസുകളൊക്കെ ഇട്ട് വെക്കാൻ ഇതുപോലെയുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലുകൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഈ ജാർ കണ്ടെയ്നേഴ്സ് 12 പീസിൻ്റെ 1100 ml ആണ് കേട്ടോ ഇതിൻ്റെ സൈസ്. അതായത് നമുക്ക് 1 കിലോ ഒക്കെ പയറോ പരിപ്പോ കടലയോ ഒക്കെ ഇട്ട് വെക്കാൻ വേണ്ടി പറ്റും. നല്ല രീതിയിൽ നമ്മളെ പാൻട്രിയിലൊക്കെ ഒതുങ്ങിയിരിക്കും ചെയ്യും കേട്ടോ. എനിക്കിത് നല്ല ഇഷ്ടമായി. ഇതിൻ്റെ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ലിഡോട് കൂടിയിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ താത്ത യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് ഞാനിത് വാങ്ങി. നല്ല റിവ്യൂസ് ഉണ്ട് കേട്ടോ ഈ ഒരു പ്രോഡക്റ്റിന് പൊതുവെ. അപ്പോൾ ഇത് 12 പീസ് 567 രൂപക്കാണ് കേട്ടോ ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഇതാ വീണ്ടും എൻ്റെ എന്താ പറയുക ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് അടുത്തതായിട്ട് കാണിക്കാൻ പോണത്. ഇത് ടീ കപ്പുകളാണ് കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുള്ള ടീ കപ്പുകളാണ്. നല്ല അടിപൊളി പാക്കിങ്ങിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു ഡാമേജും ഇല്ലാതെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. കണ്ട ഈ സൈസിലുള്ള ഇതിപ്പോൾ 200 ml ടീ കപ്പാണ്. ഈ സൈസിലുള്ള 6 കപ്പുകളാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. 300 രൂപക്കാണ് ഞാനിത് വാങ്ങിയിട്ടുള്ളത്. ഇത്തരം ടീ കപ്പുകളൊക്കെ നല്ല റേറ്റിലായിരുന്നു ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ ഇങ്ങനെ സെർച്ച് ചെയ്താണ് കേട്ടോ ഈ ഒരു പ്രോഡക്റ്റ് കിട്ടിയത്. എനിക്ക് കുറേ മുന്നേ തന്നെ ഇങ്ങനെ നോക്കി ഇഷ്ടമായി ഞാൻ കാർട്ടിലിട്ട് വെച്ചതായിരുന്നു. അപ്പോൾ ഷോപ്പ് ചെയ്ത് തുടങ്ങിയപ്പോൾ ഫസ്റ്റ് തന്നെ വാങ്ങിയിട്ടുള്ള ഐറ്റം നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾ നമ്മൾ ആദ്യം വാങ്ങിയേക്കൂലേ. അപ്പോൾ അങ്ങനെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഐറ്റം ആയതുകൊണ്ട് തന്നെ ഏറ്റവും ഫസ്റ്റ് തന്നെ വാങ്ങി വെച്ചിട്ടുള്ളതാണ്. നമുക്ക് നോർമലായിട്ട് നമ്മൾ 200 ml ടീ കപ്പുകൾ തന്നെയല്ലേ, ഗ്ലാസ്സൊക്കെ 200 ml തന്നെയാണ് നോർമൽ സൈസുള്ള ടീ കപ്പ് വരിക. ആ ഒരു സൈസ് തന്നെയാണ് കേട്ടോ ഉള്ളത്. എനിക്കിഷ്ടപ്പെട്ട ഐറ്റംസുകളൊക്കെ ഇങ്ങനെ കാർട്ടിലിട്ട് വെച്ച് അതിങ്ങനെ റേറ്റ് നോക്കി ഏറ്റവും കുറവിൽ കിട്ടുമ്പോഴാണ് കേട്ടോ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ മാത്രമേ ഞാൻ കയ്യിൽ വെച്ചിട്ടുള്ളൂ. ബാക്കിയൊക്കെ റിട്ടേൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാ അങ്ങനെ ക്വാളിറ്റിയുള്ള ഐറ്റംസുകൾ മാത്രമാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിൽ കാണിക്കുന്നത്. ഇനിയിപ്പോൾ അടുത്തായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു വലിയ കണ്ടെയ്നേഴ്സാണ്. അതായത് 3 കിലോയുടെ ആണ് കേട്ടോ. 3 കിലോയുടെ ബോട്ടിലുകളാണ്, ഗ്ലാസിൻ്റെ ബോട്ടിലുകൾ. ഇതിൽ അത്യാവശ്യം സൈസ് ഉള്ള ബോട്ടിലുകളാണ് കേട്ടോ. സൈസും വെയിറ്റും ഒക്കെ ഉള്ള ബോട്ടിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഡാമേജ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇങ്ങനത്തെ പ്രോഡക്റ്റൊക്കെ നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ ഡാമേജ് ആവുമോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ടെൻഷനല്ലേ. അപ്പോൾ ഇതിൻ്റെ ലിഡ് കണ്ടില്ലേ, ഇതിൻ്റെ ലിഡിന്മേൽ ഇങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് അല്ല, ഫൈബറാണ്. അങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് കേട്ടോ ലിഡ് വരുന്നത്. ഇങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ലിഡോട് കൂടിയിട്ടുള്ള വേറെ പല സൈസിലുള്ള ബോട്ടിലുകളും ഞാൻ വാങ്ങിയിട്ടുണ്ട്. അത് വേറെ സൈറ്റിൽ നിന്നൊക്കെയാണ് കേട്ടോ. അത് ഞാൻ വേറെ വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ അതിനോട് മാച്ച് ചെയ്തിട്ട് ഇങ്ങനെ വലിയ ബോട്ടിൽ കണ്ടപ്പോൾ അങ്ങനെ വാങ്ങിച്ചതാ. 541 രൂപക്കാണ് കേട്ടോ ഈ 4 ബോട്ടിലുകൾ ഞാൻ വാങ്ങിയിട്ടുള്ളത്. നമ്മൾ ഇങ്ങനത്തെ ലിഡൊക്കെ ഉള്ള ടൈപ്പ് ബോട്ടിലുകൾ ഷോപ്പിലൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല റേറ്റ് ആണല്ലോ എത്ര വലിയ സൈസൊക്കെ എടുക്കുമ്പോൾ. അപ്പോൾ ഇത് 4ഉം എനിക്ക് നല്ല വെർത്തായിട്ട് തോന്നി കേട്ടോ. 541 രൂപക്ക് നല്ല വെർത്തായിട്ട് തോന്നി. അപ്പോൾ ഇത്രയാണ് ഞാൻ മീഷോന്ന് ഇപ്പോൾ വാങ്ങിയിട്ടുള്ള പ്രോഡക്റ്റ്സ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനി മൊത്തം ഞാൻ ഓൺലൈനിൽ വാങ്ങിയ എല്ലാ പ്രോഡക്ട്സിൻ്റെ ലിങ്കും കിട്ടാനുള്ളൊരു മാർഗ്ഗം പറഞ്ഞുതരാം. നമ്മളാദ്യം യൂട്യൂബ് എടുക്കുക. അതിന് നമ്മളെ സ്ലൈസ് ഓഫ് ലൈഫ് ബൈ ഷാഹിന സാഹിർ എന്നുള്ള ചാനൽ സെർച്ച് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ അവിടെ കണ്ട മോർ എന്നുള്ള ആ ഒരു ഓപ്ഷൻ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലിങ്ക് ട്രീ എന്ന് കാണും. അതും കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്രോമിലോ ഗൂഗിളിലോ സഫാറിലോ എവിടെ വേണമെങ്കിലും ഓപ്പൺ ചെയ്താൽ നമ്മൾ ലിങ്ക് ട്രീയിലേക്ക് പോകും കേട്ടോ. അപ്പോൾ അതിൽ നമ്മൾ വാങ്ങിയിട്ടുള്ള എല്ലാ പ്രോഡക്ട്സും ഞാൻ വാങ്ങിയിട്ടുള്ള എല്ലാ, ഇപ്പോൾ ഫ്ലിപ്കാർട്ട്, ആമസോണ്, പിന്നെ എന്താ പറയുക ഇങ്ങനെ മീഷോ, ഇങ്ങനെ എവിടെ നിന്നൊക്കെ വാങ്ങിയിട്ടുള്ള എല്ലാ പ്രോഡക്ട്സിൻ്റെ ലിങ്കുകൾ വിത്ത് പിക്ചർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് ആ പ്രോഡക്റ്റിൽ ആ സൈറ്റിലേക്ക് പോകും. ആ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് പ്രൈസും കാര്യങ്ങളൊക്കെ അവിടെ കാണിക്കും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് ഷോപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ വാങ്ങിച്ചിട്ട് എനിക്ക് സാറ്റിസ്ഫൈ ആയിട്ടുള്ള പ്രോഡക്ട്സുകളാണ് കേട്ടോ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ ആവശ്യമുള്ള ആൾക്കാർ ലിങ്കിൽ പോയിട്ട് പർച്ചേസ് ചെയ്യുക കേട്ടോ. പിന്നെ ചിലപ്പോൾ ഞാൻ ഈ പറഞ്ഞ പ്രൈസിനേക്കാളും ചെറിയ വേരിയേഷൻസ് ഒക്കെ വന്നിട്ടുണ്ടാവും, കുറവും കൂടുതലും ഒക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും സെർച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നല്ല വീഡിയോസും റെസിപ്പീസും വ്ലോഗുകളൊക്കെ ആയിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.